رسول الله وعلى آله وصحبه أجمعين أما بعد. സമാധാനീയരെ, 1969 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ ഒരു തലമുറ അങ്ങ് ആകാശത്തിലേക്ക് നോക്കി തരിച്ചു നിന്നു. ആ നിമിഷം ലോകം മാറി. ഇന്ന് 2026 ഒരുപക്ഷെ നാം അതിലും വലിയ ഒരു വഴിത്തിരിവിൽ നിൽക്കുകയാണ്. എന്നാൽ ഇത്തവണ ആകാശത്തിലേക്കല്ല, മറിച്ച് ഒരു ചെറിയ സ്ക്രീനിലേക്ക് നോക്കിയാണ് ലോകം ഞെട്ടി നിൽക്കുന്നത്. ആ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുന്ന നീണ്ട കാലയളവുകൾ എടുക്കുന്ന പഠനങ്ങളെ സെക്കൻഡുകൾക്കുള്ളിൽ കൃത്യമായി ലഭിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി അധികാരം മനുഷ്യരിൽ നിന്ന് അൽഗോരിതങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. പ്രശസ്ത ചിന്തകൻ യുവൽ നോഹ ഹരാരിയുടെ വാക്കുകളാണിത്. AI മനുഷ്യന്റെ ബുദ്ധിശക്തിയെ വെല്ലുവിളിക്കാൻ ഇന്ന് മനുഷ്യൻ തന്നെ രൂപപ്പെടുത്തിയ ഒരു പ്രതിഭാസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി. നാം അത് ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ ഒരു സുവർണ യുഗത്തിലാണ്. ഇന്നലകളിൽ നാം സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടത്ഭുതപ്പെട്ടു പോയ ഓരോ കാര്യങ്ങളും ഇന്ന് നമ്മുടെ വിരൽ തുമ്പിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ChatGPT എന്ന ഒറ്റ AI ടൂളിന് ഇന്ന് 800 കോടിയിലധികം വാരാന്ത്യ ഉപയോക്താക്കളുണ്ട്. ഫേസ്ബുക്ക് ആ നിലയിലെത്താൻ കേവലം 10 വർഷം വേണ്ടി വന്നു. എന്നാൽ ChatGPTക്ക് കേവലം 2 മാസം മതിയായിരുന്നു എന്നതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെയാണ് സാങ്കേതിക വിദ്യ എത്രമാത്രം പുരോഗമിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ആരോഗ്യ മേഖലയിൽ നിന്ന് AI അൽഗോരിതങ്ങൾക്ക് മനുഷ്യ ഡോക്ടർമാരെക്കാൾ 90% കൃത്യതയോടെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നു. ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് പോലുള്ള സംവിധാനങ്ങൾ പതിറ്റാണ്ടുകൾ എടുക്കുന്ന മെഡിക്കൽ ഗവേഷണങ്ങളെ സെക്കൻഡുകൾക്കുള്ളിൽ പൂർത്തിയാക്കുന്നു. സങ്കീർണമായ കണക്കുകൂട്ടലുകൾക്കും കാലാവസ്ഥാ വ്യതിയാനം പഠിക്കാനും ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും AI വഹിക്കുന്ന പങ്ക് അത്യന്താപേക്ഷിതമാണിത്. അപകടകരമായ മൈനിങ് ജോലികളിലും ഫാക്ടറികളിലും മനുഷ്യർക്കു പകരം റോബോട്ടുകൾ ഉപയോഗിക്കുന്നതിലൂടെ തൊഴിലിടങ്ങളിലെ മരണനിരക്ക് കുറക്കാൻ സാധിക്കുന്നു. തുടങ്ങിയ നിരവധി സംവിധാനങ്ങൾ അവിടെയുണ്ട്. എന്നാൽ ഇതൊരു ഇരുതല മൂർച്ചയുള്ള ആയുധമാണ്. ഇതിന്റെ ക്രിയാത്മക വശങ്ങളെ നാം തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു കുത്തും. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മെറ്റാവേഴ്സിന്റെ നല്ല വശങ്ങളെ ഉപയോഗപ്പെടുത്താത്ത കൂട്ടുകാർ അവരുടെ കുടുംബത്തെയും ഉമ്മയെയും ഉപ്പയെയും മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മെറ്റാവേഴ്സിന്റെ ലോകത്തേക്ക് മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ഇതാണ് കാരണം. അതുപോലെ AI പ്രതിസന്ധികളിൽ മറ്റൊന്നാണ് നാം എന്ത് ചിന്തിക്കുന്നു, അതല്ലെങ്കിൽ എന്ത് കാണുന്നു എന്ന് അൽഗോരിതങ്ങൾ നിരീക്ഷിക്കുന്നു. ഇത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. കൂടാതെ ഒരു മനുഷ്യന്റെ ശബ്ദവും മുഖവും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡീപ് ഫേക്ക് പോലുള്ളവ സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയരെ, തീ കണ്ടുപിടിച്ച മനുഷ്യൻ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചു, കാട് ചുടാനും പഠിച്ചു. അതുപോലെ AI എങ്ങനെ ഉപയോഗിക്കണമെന്നത് പൂർണ്ണമായും നമ്മുടെ കൈകളിലാകണം. നാം സാങ്കേതിക വിദ്യയെ നെഞ്ചേറ്റുമ്പോൾ അതിൽ മാനവികതയുടെയും ധാർമ്മികതയുടെയും ഒരു അംശം കൂടെ ഉണ്ടെന്ന് നാം ഉറപ്പുവരുത്തണം. സാങ്കേതിക വിദ്യകൾക്ക് ബുദ്ധി ഉണ്ടാകാം, എന്നാൽ വിവേകം ഉണ്ടാകില്ല. ആ വിവേകം ഭദ്രമായി എന്നും മനുഷ്യ കൈകളിൽ ഇരിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.